ഞാൻ സ്ഥാനാർത്ഥി പവേർഡ് ബൈ എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജുവലേഴ്സ്. ത്രികോണ മത്സരം നടന്നാലും ചതുഷ്കോണ മത്സരം നടന്നാലും തൃശൂരിൽ വിജയിക്കുന്നത് ഇടതുമുന്നണിയായിരിക്കുമെന്ന് VS സുനിൽകുമാർ. മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും വലിയ പ്രതീക്ഷയുണ്ടെന്നും സുനിൽകുമാർ പറഞ്ഞു. ഞാൻ സ്ഥാനാർത്ഥിയിൽ തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. 24 തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് തിരിച്ചു പിടിക്കണം. അധികാര സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു അലങ്കാരമായിട്ട് കൊണ്ടുനടക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്ഥാനങ്ങളാണ്. ആ മാറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി തന്നെയാണ് വരാൻ പോകുന്നത്. ചതുഷ്കോണ മത്സരമാണോ ത്രികോണ മത്സരമാണോ അതല്ല നേരിട്ട് മത്സരമാണോ ഏത് മത്സരമാണെങ്കിലും ജയിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ആ ജയം ഇടതുപക്ഷത്തിനാവും. തൃശ്ശൂരിലെ ഇടത് സ്ഥാനാർത്ഥി ശ്രീ VS സുനിൽകുമാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സുനിലേട്ട, ഇപ്പോൾ പ്രചരണങ്ങളൊക്കെ തകൃതിയായി തന്നെ നടക്കുന്നു. അപ്പോൾ ആ ഒരു സ്ഥാനാർത്ഥിത്വത്തെ ശരിക്കും എങ്ങനെയാണ്? സ്ഥാനാർത്ഥിത്വം ഒരു വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്തമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ഇത് മുന്നണി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ഒരു ദൗത്യമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ 2019 ശേഷം 2024 തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് തിരിച്ചു പിടിക്കണം. അത് വ്യക്തിപരമായിട്ടുള്ളൊരു ആവശ്യമല്ല, അത് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമായിട്ടാണ് മുന്നണിയും പാർട്ടിയും ഇത് കാണുന്നത്. കാരണം നമുക്ക് നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഒന്നിച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ ഭരണം അതിൽ ജനങ്ങൾ ആശങ്കാകുലരാണ്. കാരണം നമ്മുടെ ഒരു നാട് ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഒരു മോഡൽ സ്റ്റേറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് മാറി അതൊരു മതരാഷ്ട്രമായിട്ട് മാറുന്നു എന്നൊരു അങ്കലാപ്പ് എല്ലാ മനുഷ്യസ്നേഹികൾക്കും നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നിട്ടുണ്ട്. അതിന് കാരണക്കാരായിരിക്കുന്നവർ കേന്ദ്രം ഭരിക്കുന്ന ഭരണ സംവിധാനവും അതിൻ്റെ പ്രത്യയശാസ്ത്രവുമാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ളൊരു പോരാട്ടം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രത്യേകിച്ച് തൃശ്ശൂർ ഒരു മതേതരമായ പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ്. കേരളം പൊതുവെ അങ്ങനെയാണെങ്കിലും തൃശ്ശൂരിനെ പറ്റിയാണ് പറയുന്നതെന്നുള്ളതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും ഒരു തിരിച്ചുവരവ് ആവശ്യമാണ്. അതിനേക്കാളെല്ലാം ഉപരിയായി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ MP-മാരുടെ എണ്ണം വർദ്ധിക്കേണ്ടത് വളരെ ആവശ്യമായിട്ടൊരു കാര്യമാണ്. കാരണം ഫാസിസത്തെയും വർഗീയതയെയും ഒരു ഒത്തുതീർപ്പില്ലാതെ നമുക്ക് എതിർക്കേണ്ടി വരും. അത് പ്രത്യയശാസ്ത്രപരമായി തന്നെ എതിർക്കേണ്ട ഒരു കാര്യമാണ്. അത് പാർലമെൻറ്റ് അതിൻ്റെ ഒരു വേദിയാണ്. അപ്പോൾ അതിന് ഒരു നിലയ്ക്കും അതുമായി കോംപ്രമൈസ് ചെയ്യാത്ത ആളുകളാണ് അവിടെ വേണ്ടത്. സുനിലേട്ട, മറ്റൊരു കാര്യം, ഈ മണ്ഡലത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് സുനിലേട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല. തൃശ്ശൂർക്കാരനാണ്, ചിരപരിചിതനായ വ്യക്തിയാണ് തൃശ്ശൂർക്കാരൻ. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ മണ്ഡലത്തിലൊരു അനുകൂലമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും? നിരവധി ഘടകങ്ങളുണ്ട്. ഒന്ന്, 2019 ഇടതുപക്ഷ മുന്നണി 2ാം സ്ഥാനത്ത്, UDF 1ാം സ്ഥാനത്ത്, BJP 3ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ 2ാം സ്ഥാനത്തേക്ക് അന്ന് വരാനിടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് 2019 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏത് പാർട്ടിയാണ് ഒറ്റക്കക്ഷിയായിട്ട് വലിയ ഒറ്റക്കക്ഷിയായിട്ട് വരുന്നത് അവരായിരിക്കും ഭരണം കൈയാളാൻ പോകുന്നതെന്നുള്ളൊരു ധാരണ അന്നത്തെ ആൾക്കാർക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ഒറ്റക്കക്ഷി എന്നാൽ കോൺഗ്രസിന് മാക്സിമം സീറ്റ് കൊടുത്താലാണ് BJPയേക്കാൾ വലിയ ഒറ്റക്കക്ഷിയായിട്ട് കോൺഗ്രസിന് മാറാൻ പറ്റുകയും ഒരു മുന്നണിയുടെ അടിസ്ഥാനത്തിലൊരു മുന്നണിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരാൻ അല്ലെങ്കിൽ മതേതരത്വം മുന്നണി അധികാരത്തിൽ വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അപ്പോൾ അതിന് കേരളത്തിൽ ഇടതുപക്ഷവും BJP കോൺഗ്രസുമായിട്ടാണ് മത്സരം എന്നുള്ള ഒരു പ്രത്യേക സാഹചര്യം ഇവിടെ ഉള്ളതുകൊണ്ട് കേരളത്തിലെ മതേതര വിശ്വാസികൾ വിചാരിച്ചത് കോൺഗ്രസ്സിന് വോട്ട് കൊടുത്ത് കളയാം, കാരണം അവർ ഒറ്റകക്ഷിയാവട്ടെ. അങ്ങനെയാണ് 20-ൽ 19 സീറ്റും അവർ ജയിച്ചത്. അല്ലാതെ ഇടതുപക്ഷത്തോടുള്ള വിരോധം കൊണ്ട് ജയിച്ചതല്ല, അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടുള്ള ഒരു പ്രതികാര ബുദ്ധി കൊണ്ട് ആളുകൾ വോട്ട് ചെയ്തതല്ല. അന്നത്തെ ജനങ്ങളുടെ ഉദ്ദേശശുദ്ധിയോടുകൂടി ചെയ്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി ഇപ്പം മനസ്സിലായിട്ടുണ്ട്. ആ 19 ശേഷം 21 ആകുമ്പോഴേക്ക് LDF വീണ്ടും വൻ ഭൂരിപക്ഷം തിരിച്ച് വന്നു എന്നുള്ളതിന് കാരണം ഇടതുപക്ഷത്തിനെതിരായിട്ട് ചിന്തിച്ചിട്ടില്ല ജനങ്ങൾ എന്നുള്ളതുകൊണ്ടാണ്. താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു സാഹചര്യമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്
ഇവിടുത്തെ ജനങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞ പിന്നെ 19 MP-മാർ ജയിച്ചു പോയിട്ടുള്ള MP-മാർ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഒരു മതേതരത്വത്തെ വെല്ലുവിളി നേരിട്ട ഘട്ടത്തിൽ അവരുടെ നിലപാട് എന്തായിരുന്നു? ഇത്രയും ഗുരുതരമായ സാഹചര്യത്തിൽ പോലും അവരെടുത്തിട്ടുള്ള വെള്ളം ചേർക്കൽ നയങ്ങളോടുള്ള ജനങ്ങളുടെ എതിർപ്പ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ജയിച്ചു പോയിട്ടുള്ള 19 MP-മാരും കേരളത്തിൻ്റെ പല നിർണായക ഘട്ടങ്ങളിൽ, ഇപ്പോൾ കോവിഡ് കാലത്താണെങ്കിലും പ്രളയകാലത്താണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ കേരളത്തിലെ ജനങ്ങളൊപ്പം നിൽക്കുക എന്ന് പറയുന്ന ഒരു നിലപാടല്ല കോൺഗ്രസ് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് MP-മാർ സ്വീകരിച്ച അങ്ങനെയല്ല. MP-മാർ പോയിട്ട് കേരള ഗവൺമെൻറ്റിനെതിരെ, കേരളത്തിനെതിരായി ഈ പാർലമെൻറ്റിൽ സംസാരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. അപ്പോൾ ജനങ്ങൾക്ക് ആവശ്യം വരുന്ന ഘട്ടങ്ങളിലൊന്നും ഇവിടെ ജയിച്ചു പോയ MP-മാർ പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം ഇനി കേരളം ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ജനങ്ങളും അത് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ മാറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി തന്നെയാണ് വരാൻ പോകുന്നത്. സുനിയുടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിലെ ആളുകൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടാകും. അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്ലാനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മണ്ഡലത്തിൽ എന്ത് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് നിരവധി കാര്യങ്ങൾ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടും കേരള ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ തൃശ്ശൂരിൻ്റെ ഗതാഗത വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നഗരാസൂത്രണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ റിസോഴ്സിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇപ്പോൾ നമ്മുടെ കോള് എന്ന് പറയുന്നത്, തൃശ്ശൂർ കോൾ ലൈൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥയാണ്, കാർഷിക മേഖലയാണ്. അതിനൊരുപാട് ഇപ്പോൾ ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ 300 കോടിയുടെ പദ്ധതികൾ തയ്യാറാക്കി നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് റാംസർ സൈറ്റ് എന്ന നിലയിൽ അതിന് പ്രത്യേകമായ പരിഗണന ലഭ്യമാക്കാൻ നമുക്ക് ഒരുപാട് കാര്യം കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇവിടുത്തെ പിൽഗ്രിം ടൂറിസം, അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടും നമ്മുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കേന്ദ്രങ്ങൾ, നമ്മുടെ പ്രകൃതി മനോഹരമായിട്ടുള്ള നമ്മുടെ അതിരപ്പള്ളി അടക്കമുള്ള നമ്മുടെ തൃശ്ശൂരിൻ്റെ മണ്ഡലത്തിൽപ്പെട്ട അല്ലെങ്കിൽ പോലും തൃശ്ശൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ടൂറിസം സാധ്യതകളുണ്ട്. പിന്നെ തീരദേശത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പ്രകൃതി ഈ കാലാവസ്ഥ വ്യതിയാനത്തെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന തീരദേശ നിവാസികളുടെ സംരക്ഷണം പോലെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാക്കേണ്ട നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത്തരം ഒരുപാട് വിഷയങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ നമുക്ക് നിരവധി കാര്യങ്ങൾ ഇവിടെ ജനപ്രതിയാകാൻ അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയും. അധികാര സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു അലങ്കാരമായിട്ട് കൊണ്ടുനടക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്ഥാനങ്ങളല്ല. അത് ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ഇതുവരെ ഒരു MLA ആയിട്ടും മന്ത്രിയായിട്ടിരുന്ന ആ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും പാർലമെൻറ്റ് മെമ്പറായി ഇരിക്കാൻ അവസരം ജനങ്ങൾ നൽകുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളുടെ അതിൻ്റെ എന്താ പറയുക, അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്. അതിനേക്കാൾ മികച്ച നിലയിൽ MP എന്ന നിലയിൽ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അത് ജനങ്ങൾ അത് വിശ്വസിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ജനങ്ങളുടെ മുമ്പിൽ ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടൊന്നുമില്ല. എന്നെപ്പറ്റി ജനങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ അവർക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു വിശ്വാസമുണ്ട്, ജനങ്ങളിലുള്ള വിശ്വാസം കൊണ്ട് ഞാൻ പറയുന്നതാണ്. രാഷ്ട്രീയ സാഹചര്യം കൂടി വെച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെ LDFന് 100% വിജയിക്കും LDF. അപ്പോൾ വലിയൊരു പ്രതീക്ഷ തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് കേരളം ഒട്ടാകെ ഉറ്റുനോക്കുന്ന ഒരു സംഭവം, കാരണം ഒരു ത്രികോണ മത്സരത്തിന് സാധ്യത ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതിനെക്കുറിച്ച് എന്താ പറയുക? അല്ല, ത്രികോണ മത്സരമൊക്കെ ഉണ്ടാവും. അതിപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണയും BJP മോശമില്ലാത്ത വോട്ടൊക്കെ അവർ പിടിച്ചിട്ടുണ്ട്. അന്നത്തെ സാഹചര്യത്തിൽ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി ഇത് ചതുഷ്കോണ മത്സരമാണോ ത്രികോണ മത്സരമാണോ അതല്ല നേരിട്ട് മത്സരമാണോ ഏത് മത്സരമാണെങ്കിലും ജയിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ആ ജയം ഇടതുപക്ഷത്തിനാവും, അത്രമാത്രമേ പറ്റി പറയാനുണ്ട്. തീർച്ചയായും അതുതന്നെയാണ്, വലിയ പ്രതീക്ഷ തന്നെയാണ് ഇടത് സ്ഥാനാർത്ഥി ശ്രീ VS സുനിൽകുമാർ നമ്മോട് പങ്കുവെച്ചത്. എല്ലാവരും സ്ഥാനാർത്ഥികളൊട്ടാകെ വലിയ പ്രതീക്ഷയിലാണ്. പ്രചരണങ്ങളെല്ലാം തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ ബിനീഷ് ശർമ്മ കൊലത്തിനൊപ്പം ഹരീഷ് നാരായൺ, ന്യൂസ്.